അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പിശാച്ചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചാണ്. അതായത് മനുഷ്യന് നേരെ പിശാച്ച് പ്രയോഗിക്കുന്ന കുതന്ത്രങ്ങൾ, 5 പ്രധാന കുതന്ത്രങ്ങൾ. 1. മറവി. നന്മ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥനകളെക്കുറിച്ചും മനുഷ്യനെ ബോധപൂർവം മറപ്പിക്കുക എന്നതാണ് പ്രധാന തന്ത്രം. ലക്ഷ്യബോധമില്ലാത്ത സമയം പാഴാക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. 2. വസ്വാസ്. സംശയം. മനസ്സിൽ അനാവശ്യമായ പേടികളും സംശയങ്ങളും ഉണ്ടാക്കുക. സ്വന്തം കഴിവിനെ കുറിച്ചോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചോ നിരന്തരം സംശയിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. 3. താൽക്കാലിക സുഖങ്ങൾ. ദീർഘകാല നേട്ടങ്ങളെക്കാൾ താൽക്കാലികവും എന്നാൽ ദോഷകരവുമായ സുഖങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അമിതമായ ആഗ്രഹം, അസൂയ, അത്യാഗ്രഹം എന്നിവയിലൂടെ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കുന്നു. 4. അമിതമായിട്ടുള്ള ദേഷ്യം. മനുഷ്യന്റെ വിവേചന ബുദ്ധി നഷ്ടപ്പെടുന്ന നിമിഷമാണ് ദേഷ്യം. ദേഷ്യം വരുമ്പോൾ ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുപ്പിക്കാനും ബന്ധങ്ങൾ തകർക്കാനും പിശാച് ഈ സാഹചര്യം ഉപയോഗിക്കുന്നു. 5. അഹങ്കാരം. മറ്റുള്ളവരെക്കാൾ താൻ വലിയവനാണെന്ന ചിന്ത ഉണ്ടാക്കുക. അത് മനുഷ്യനെ ഉപദേശങ്ങൾ കേൾക്കുന്നതിൽ നിന്നും സത്യം മനസ്സിലാക്കുന്നതിൽ നിന്നും തടയുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ബോധപൂർവമായ ശ്രദ്ധ. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന കൃത്യമായ ബോധ്യം പുലർത്തുക. ആത്മീയ സംരക്ഷണം. പ്രാർത്ഥനകൾ പതിവാക്കുക. ആത്മീയ ചിന്തകൾ മനസ്സിന് ഒരു കവചം പോലെ പ്രവർത്തിക്കും. ക്ഷമശീലമാക്കുക. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളിൽ സംയമനം പാലിക്കുന്നത് വലിയൊരു വിജയമാണ്. അറിവ് നേടുക. ശരിയായ അറിവ് ഭയത്തെയും സംശയത്തെയും ഇല്ലാതാക്കുന്നു. മനുഷ്യന്റെ ദൗർബല്യങ്ങളെയാണ് പിശാച് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്താൻ ശ്രമിക്കുകയാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യുക. നന്ദി. അസ്സലാമു അലൈക്കും.